Back to Life of Yasin. Today is my video. Ford Figo 1.5 diesel engine car review in Malayalam. Come on, full video ലോട്ട് നമുക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് ഫ്രണ്ട് തന്നെ തുടങ്ങാം. ഫ്രണ്ട് ഹെഡ്ലൈറ്റുമേ ഇവിടെ ഒരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഗ്രില്ല് ബ്ലാക്ക് ഇതിലോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് കളർ. പിന്നെ ഇവിടെ ഫോർഡിൻ്റെ ലോഗോ ഉണ്ട്. നമ്മളെ സ്വിഫ്റ്റിൻ്റെ ന്യൂ മോഡൽ പോലെ ആണ് വരുന്നത്. പക്ഷേ സ്വിഫ്റ്റിൻ്റെ ഇവിടുന്ന് ഇങ്ങനെയാണ് ഇത് പോകുന്ന ഫ്രെയിം. പക്ഷേ ഇത് ബമ്പർ ഇവിടം വരെ ഉള്ളൂ. പിന്നെ ഇപ്പോഴത്തെ കാടാണ്. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്, ഡേർട്ട്സ് ഉണ്ട്. അത് നിങ്ങൾ കാര്യമാക്കണം. ഇവിടെ കണ്ടോ ഗൈസ്. പിന്നെ അലോയ് ചേഞ്ച്ഡാണ്. അലോയ് ഇതിനു മുമ്പ് വേറൊരു അലോയ് ആണ് ഉണ്ടായത്. ടയർ മാറ്റിയിട്ടുണ്ട്. അലോയ് കുറച്ച് ടയർ സൈസ് കൂട്ടിയിട്ടുണ്ട്. അലോയ് എന്തിനു പറയാ, കുറച്ച് ബൾക്കായിട്ട് പുറത്തോട്ട് കുന്തിയിട്ട് നിൽക്കുന്ന ടൈപ്പ് ആണെന്നുണ്ടായ. സസ്പെൻഷൻ ചേഞ്ച്ഡാണെന്ന് തോന്നും, കാരണം ഇത്ര വരുന്നുള്ളൂ. കാരണം ഞാൻ പറയാം കുറച്ച് ഹൈറ്റ് കുറവാണ്. ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വെക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് സൈഡ് മിറർ ബ്ലാക്ക് ആണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇത് വൈറ്റ് ആണ്. ഇത് നമ്മൾ റാപ്പ് ചെയ്തല്ല, എക്സ്ട്രാ ഒരു ഇത് സെറ്റ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അണ്ടർ ലൈറ്റ്. പിന്നെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ ബാക്കിൽ ഇവിടെ ഫോർഡിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി ഫുള്ള് നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പോരാണ്ട് ഇത്ര ഇതേ ഉള്ളൂ. പുറത്ത് ടയർ ചേഞ്ച്ഡാണ്. പിന്നെ ഇവിടെ കണ്ടോ, നമ്മൾ റെയിൻ ടൈം ഇതാക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. എന്തിനു പറയാം, പറയണ്ടായിട്ടില്ല ഗൈസ്. വാട്ടർ എന്തിനു പറയാം പോയിപ്പിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ ആ ലൈനാണ് ഇത്. ഇപ്പോൾ ഇവിടെ സെൻസേഴ്സ് വരുന്നുണ്ട്. ഇവിടെ ടൈലറ്റിലാണ് ക്ലീൻ ആയിട്ടാണ് ഉള്ളത്. പിന്നെ ഇവിടെ ഒരു സ്പോയിലർ വരുന്നുണ്ട്. സ്പോയിലർ ബ്ലാക്കിലാണ് വരുന്നത്. പോരണ്ട് ഇത് ഉള്ളിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളിൽ പ്രത്യേകിച്ചിട്ട് മിറർ നമുക്ക് ഇതാക്കാൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് വരുന്നുണ്ട്. ഡോറിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡോർ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പോരണ്ട് 4 ഡോർസ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഡോർ ഹാൻഡിൽ വരുന്നത് ബ്ലാക്ക് കളർ ഫിനിഷിലാണുള്ളത്. സ്റ്റാരിങ് സ്റ്റോക്കിലാണുള്ളത്. സ്റ്റാരിങ് ഓൾറെഡി സ്റ്റോക്കാണ്. പിന്നെ ഇവിടെ ഇതാക്കാനുള്ള ഒരു സെറ്റപ്പ് വരുന്നുണ്ട്. എന്താ പറയുക, നമ്മുടെ ഹെഡ്ലൈറ്റ് കണക്ഷൻസ്. പിന്നെ ഇവിടെ ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനുമാണ് വരുന്നത്. പിന്നെ സ്റ്റാരിങ് ഇപ്പം നമ്മൾ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ സൈസ് ഇങ്ങനെയുള്ള, പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് നല്ല, ഞാൻ കുറച്ച് ഹൈറ്റ് കൂട്ടി കാണിച്ചാൽ ഇതാണ് എൻ്റെ സൈസ് വരുന്നത്. പക്ഷേ നമുക്ക് 4 years later നമുക്ക് ഇതേപോലത്തെ വീഡിയോസ് എടുക്കാം. സ്റ്റാരിങ് പക്ക സ്റ്റോക്കാണ്. പിന്നെ ഇവിടെ എൻജിൻ സ്റ്റാർട്ട് ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഹോഴ്സ് പവർ എന്ന് വെച്ചാൽ 220 കിലോമീറ്റർ ആണ്. ഇത് ഡീസൽ ഇത് പെട്രോളാണ്, ഡീസലല്ല. അല്ല, ഇത് ഡീസൽ എൻജിനാണ് വരുന്നത്. RPM. പറഞ്ഞിട്ട് സൈഡിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ മാനുവലാണ് വണ്ടി വരുന്നത്. മാനുവൽ ഗിയർ ആണ് വരുന്നത്. പിന്നെ പിന്നെ ഇവിടത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ സ്ക്രീൻ കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റം വരുന്നുണ്ട്. ഹോം, സ്കിപ്പ്, ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്താ പറയുക, സ്മോൾ സ്ക്രീനാണ് വരുന്നത്. ഡാഷ്ബോർഡിലോ അത്യാവശ്യം വീതിയും കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ഇത് വരുന്നുണ്ട്. എന്താ പറയുക, ചാർജിങ് പോർട്ട് ഇവിടെ ഇതുണ്ട്. ഇത് പിന്നെ ആക്സിലേറ്റർ, ക്ലച്ച്, ബ്രേക്ക്. ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച് മാറിപ്പോയി. ഇവിടെ നമുക്ക് സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്. പോരാണ്ട് നമ്മളെ ഇത്രേ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് മിറർ വരുന്നുണ്ട്. നല്ലൊരു ഇതിലാണ് വരുന്നത്. ഓക്കെ, ആണെങ്കിൽ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ഉള്ളിൽ ചൂടാണ്. ബാക്ക് സീറ്റിലോട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്കൊരു കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട്. ഇവിടെ ഇതും വരുന്നുണ്ട്. പോരാണ്ട് ഇവിടെ എന്തിനു പറയാ, ഇവിടെ അത്യാവശ്യം ലെഗ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒരു മാറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, വേറൊന്നുമില്ല.
ഗൈസ് അപ്പോൾ നമുക്ക് കീ നോക്കുകയാണെങ്കിൽ കീൻ്റെ ഈ ബാക്ക് വശത്ത് ഫോർഡ് നട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കീ കിട്ടിയിട്ടുണ്ട്. കീ ഇവിടെ ഫോർഡ് നട്ട് കൊടുത്തിട്ടുണ്ട്. പോരാണ്ട് ഇവിടെ ഡിക്കി അൺലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷന്, ഇവിടെ ലോക്ക് അൺലോക്ക് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. കീ നമുക്ക് പ്രസ് ബട്ടണാണ് എൻജിൻ്റെ ഇത് വരുന്നത്. ആകെ ഇത്രയേ ഉള്ളൂ കീ. അപ്പം നമുക്ക് എൻജിൻ സൗണ്ടും കൂടി ഇതാക്കാം. എൻജിൻ റൂം നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഈ ബോണറ്റ് നോക്കിയിട്ട് കുറ്റിയുള്ള ഇവിടെ ഈ കുറ്റി നമുക്ക് ഇവിടെ ഇടാം. അപ്പോൾ എൻജിനിലാകെ ഉള്ളതെന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ ഉണ്ട്, പെർഫോമൻസ് എയർ ഫിൽറ്റർ ഉണ്ട്. പറഞ്ഞ ഡീസൽ എൻജിനാണ് വരുന്നത്. എൻജിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. എൻജിൻ്റെ ഇതാണ് എൻജിൻ്റെ ആ ഒരു ഇത് എത്ര ലിറ്ററാണ് ചെക്ക് ചെയ്യാന്ന് എനിക്കറിയില്ല. ഇവിടെ പെർഫോമൻസ് എയർ ഫിൽറ്റർ ഉണ്ട്. പോരാണ്ട് വണ്ടിയിൽ എത്ര ലിറ്റർ ഒന്നുള്ളത് നോക്കാൻ എനിക്കറിയില്ല. അപ്പോൾ പ്രത്യേകിച്ചിട്ട് എൻജിനിലൊന്നുമില്ല, ആകെ ഇത്ര കാര്യങ്ങൾ എയർ ഫിൽറ്ററും കാര്യങ്ങളെല്ലാം ഉണ്ട്. പോരാണ്ട് ഇവിടെ നമ്മൾക്ക് എൻജിൻ്റെ സംഭവം കാര്യങ്ങളെല്ലാം കുറക്കാനുള്ള സംഭവങ്ങളുണ്ട്. പൊടിയുണ്ട് ഗൈസ്, ഡസ്റ്റ്. അപ്പോൾ ഇത്ര ഇതേ ഉള്ളൂ. അപ്പോൾ ഗൈസ് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ഇവിടെ വാർണിംഗ് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരും. പോരാണ്ട് ഇവിടെ സ്ക്രീനും കാര്യങ്ങളുണ്ട്, ഫോർഡിൻ്റെ സ്ക്രീനും കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചിട്ട് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്ക്രീനിൽ അത്യാവശ്യം വോളിയം കാര്യങ്ങളുണ്ട്. ഡോർ ഓപ്പൺ ആണെന്നാ കാണിക്കുന്നത്. നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. കേൾക്കുന്നുണ്ടോ? വണ്ടി അത്യാവശ്യം ആള് സൈലന്റ് ആണ്. ഫോർഡിന്റെ വണ്ടി അത്യാവശ്യം ആള് സൈലന്റ് ആണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടിന്റെ ഇത് ഓഫ് ചെയ്തേക്കാം. ഇതാണ് ഇത് സ്വിച്ച്. 1 പ്രസ്സിൽ ഓഫ് ആയിക്കോളൂ, വേറൊന്നുമില്ല. 1 പ്രസ്സിൽ തന്നെ ഓഫ് ആയിക്കോളൂ. അത് വണ്ടീൻ്റെ എൻജിൻ്റെ ആ ഒരു ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പോരാണ്ട് കാറിൻ്റെ വീഡിയോസാണ് ഇനി മുതൽ നമ്മളെ ചാനലിൽ കുറച്ചും കൂടി ഇതിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര ചൂടാണ് ഗൈസ്. വീഡിയോ എടുത്ത് തീർത്തിട്ട് നമ്മളെ സ്റ്റാരിങ്ങിൽ ഇൻഫോർട്ടൈം കണക്റ്റിംഗ് സിസ്റ്റംസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അടുത്ത് വേറെ ഒന്നല്ല ചോദിക്കുന്നത്, നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു കാര്യമാണ് ആ ലൈക്കിൻ്റെ ബട്ടണ് ഒന്ന് അമർത്തുക. വേറൊന്നും വേണ്ട, ആ ലൈക്ക് മതി. നിങ്ങൾ ആ ലൈക്ക് തന്നെ വലിയ സപ്പോർട്ടാണ്. അതന്നെ നമുക്കൊരു സന്തോഷം. അപ്പോൾ ബൈ.